ഈ പ്രാർത്ഥനയിൽ 2 അപേക്ഷകളാണുള്ളത് എന്ന് നമ്മൾ ഓർത്തു. ഒന്നാമത്തേത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. രണ്ടാമത് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക. ആ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത് മുഖാന്തരം 3 കാര്യങ്ങൾ അവരറിയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് അവരറിയാൻ ആഗ്രഹിക്കുന്നത് വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം. അവിടെ ആശ എന്നുദ്ദേശിക്കുന്നത് പ്രത്യാശയാണ്. കർത്താവിൻ്റെ വിളിയിൽ നമുക്കുള്ള പ്രത്യാശയുണ്ടായിരുന്നു. ആ പ്രത്യാശ, അതിൻ്റെ പ്രത്യേകതകൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രഭാതത്തിൽ ഓർക്കാനായിട്ട് സാധിച്ചു. ഇന്ന് രണ്ടാമത് അറിയേണ്ട കാര്യം ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിനാൽ 18-ാം വാക്യത്തില് വിശുദ്ധന്മാരിലുള്ള തൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നത് എന്നറിയണം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിശ്വാസികൾ അറിയുവാൻ പൗലോസ് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇത്. ദൈവവചനത്താലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുമാണ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം അറിയുന്ന രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നത്, നമ്മൾ വിശുദ്ധന്മാരിൽ നമ്മിലുള്ള ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം അറിയണം. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ലേഖനം നാം ശ്രദ്ധിക്കുമ്പോൾ, വിവിധ നിലകളിലുള്ള ആത്മീയ ധനത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഏതാണ്ട് 6 പ്രാവശ്യം തന്നെ ധനത്തെക്കുറിച്ച് ഈ ലേഖനത്തിൽ കാണാം. 6 പ്രാവശ്യം. അത് വിവിധ നിലകളിൽ ആത്മീയ ധനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കൃപാധനമാണ്, 1-ാം അധ്യായം 8-ാം വാക്യത്തില്. രണ്ടാമത് മഹിമാധനമാണ്, 1-18-ലാണ്. മൂന്നാമത് കരുണാധനം, 2-4-ലാണ്. നാലാമത് കൃപയുടെ അത്യന്ത ധനം, 2-6. അഞ്ചാമത് അപ്രമേയ ധനം, 3-8. ആറാമത് മഹത്വത്തിൻ്റെ ധനം, 3-16. ഇങ്ങനെ ഈ ലേഖനത്തിൽ വിവിധ നിലകളിലുള്ള ആത്മീയ ധനത്തെ സംബന്ധിച്ച് 6 പ്രാവശ്യം പൗലോസ് പരാമർശിക്കുന്നതായി കാണാൻ കഴിയും. വിശുദ്ധന്മാരിലുള്ള അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 2 ആശയങ്ങൾ ചിന്തിക്കാനായിട്ട് കഴിയും. ഒന്നാമത്തേത് തൻ്റെ ജനത്തിലുള്ള ദൈവത്തിൻ്റെ അവകാശം. രണ്ടാമത് ദൈവത്തിലുള്ള ജനത്തിൻ്റെ അവകാശം. ഈ 2 ആശയങ്ങൾ ചിന്തിക്കും. 2 വിധത്തിലുള്ള ആശയങ്ങൾ. ഒന്ന് തൻ്റെ ജനത്തിലുള്ള ദൈവത്തിൻ്റെ അവകാശവും, രണ്ടാമത് ദൈവത്തിലുള്ള ജനത്തിൻ്റെ അവകാശവുമാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് പറഞ്ഞ കാര്യമാണ്. അതായത് തൻ്റെ ജനത്തിലുള്ള ദൈവത്തിൻ്റെ അവകാശമാണ്. അതിനെ സംബന്ധിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കാം. നാം കർത്താവായ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നാം ദൈവത്തിൻ്റെ അവകാശമായി മാറി എന്നുള്ള ആശയമാണ് ഇവിടെ പൗലോസിന്റെ പ്രയോഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്രായേൽ ജനം പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ അവകാശമാണ് എന്ന് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ആവർത്തനം 4-20, 1 രാജാക്കന്മാർ 8-53, യെശയ്യാവ് 19-25. ഇവിടെയെല്ലാം ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ അവകാശമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവര് ദൈവത്തിൻ്റെ അവകാശമായി മാറിയത് എങ്ങനെയാണ്? അബ്രഹാമ്യ ഉടമ്പടിയിലൂടെയാണ്. അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയിലൂടെ അബ്രഹാമിന്റെ സന്തതികളായ ഇസ്രായേൽ ജനം പഴയ നിയമത്തിൽ
ദൈവത്തിന്റെ അവകാശമായി മാറി. എന്നാൽ അവരെക്കാൾ ശ്രേഷ്ഠമായ നിലയിലാണ് നാം ദൈവത്തിന്റെ അവകാശമായി മാറിയത്. ആ അവകാശമാണ് ദൈവത്തിന്റെ സഭ. അതെങ്ങനെയാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് എന്താണ്? ദൈവം താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയെന്നാണ്. ഇസ്രായേൽ ഒരു ഭൗമിക ജനമാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളും ഭൗമികമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട യഹൂദനും രക്ഷിക്കപ്പെട്ട യവനനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ദൈവസഭ ദൈവത്തിന്റെ ആത്മീയ ജനമാണ്, ആത്മീയ ഗ്രഹമാണ്. അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നതും ആത്മീയ അനുഗ്രഹങ്ങളാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. ആ സഭയെ വിലയ്ക്ക് വാങ്ങിയത് അല്ലെങ്കിൽ ദൈവത്തിന്റെ അവകാശമായി മാറിയത് ദൈവം താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചുകൊണ്ടാണെന്നാണ് അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ-28 നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തന്നെയല്ല, ദൈവം താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണ് ദൈവത്തിന്റെ സഭയെന്ന് തെളിയിക്കുന്ന മറ്റൊരു വാക്യമാണ് 1 കൊരിന്ത്യർ 6-19 20 വാക്യങ്ങള്. അപ്പോൾ നാം എത്രമാത്രം വിലപ്പെട്ടവരാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ മടങ്ങി വരുമ്പോൾ ഈ അവകാശത്തെ തേജസ്കരിച്ച് നിത്യ സൗഭാഗ്യത്തിലേക്ക് ചേർത്തുകൊള്ളും. ആ ഒരു ദിവസം നമ്മുടെ മുൻപിലുണ്ട്. തന്നെയല്ല, വിശുദ്ധന്മാർ ദൈവത്തിന്റെ അവകാശമാകയാൽ അവർ ഈ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും നാം വിശേഷാൽ ഓർക്കണം. നാം ദൈവത്തിന്റെ അവകാശമാണ്. കുറെ കൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ അവകാശം നമ്മിലാണ്. അതറിയണമെന്നാണ് പൗലോസ് പറയുന്നത്. അത് അറിഞ്ഞുകൊണ്ടിരുന്നാൽ ഈ ഭൂമിയിൽ നാം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അറിഞ്ഞ് നമുക്ക് ജീവിക്കാൻ കഴിയും. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അങ്ങനെയുള്ള ദൈവത്തിന്റെ അവകാശം: 1, ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നെണ്ണണം. റോമർ 6:11. അപ്പോൾ ദൈവത്തിന്റെ അവകാശം നമ്മിലാണെങ്കിൽ, അല്ലെങ്കിൽ നാം ദൈവത്തിന്റെ അവകാശമാണെങ്കിൽ, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എണ്ണണം. എന്തെണ്ണണം? അവിടെ പൗലോസ് റോമർ 6:11 പറയുന്നു, ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്ന് എണ്ണണം. ഇത് പ്രത്യേകിച്ച് നാം ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരിക്കലും ദൈവത്തിന്റെ അവകാശമായ നാം അത് പറയാൻ പാടില്ല. മക്കളെ യഹോവ നൽകുന്ന ദാനം, അവരെ പരിപാലിക്കണം, കരുതണം. എന്നാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയല്ല, ഭർത്താവിന് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയല്ല, സ്വത്തിനു വേണ്ടിയല്ല, സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല, എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ള ജീവിതമാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. അതിൽ കുറഞ്ഞ ഒരു നിലവാരം നമ്മുടെ ജീവിതത്തിനില്ല എന്നുള്ളത് നാം വിശേഷാൽ മനസ്സിലാക്കണം. നാം ദൈവത്തിന്റെ അവകാശമാകിയാൽ ജീവിക്കേണ്ട രണ്ടാമത്തേത്, നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകയാൽ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയണം. 1 കൊരിന്ത്യർ 6:19. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ അവകാശമായി മാറിയത്. അങ്ങനെ ദൈവത്തിന്റെ അവകാശമായി തീർന്ന നാം ഇനിയും നമുക്ക് വേണ്ടിയല്ല, നാം താന്താങ്ങൾക്കുള്ളവരല്ലെന്നറിയണം. നാം ഒരു 10 സെന്റ് സ്ഥലം ഒരു മനുഷ്യന് വില കൊടുത്തു വാങ്ങി
ആധാരം ചെയ്തു സ്വന്തമാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യന് ആ സ്ഥലത്ത് ഒരവകാശവുമില്ല. അയാൾക്ക് വാഴ നടാനോ ചേമ്പ് നടാനോ മതിൽ കെട്ടാനോ വീട് വെക്കാനോ ഒന്നും അദ്ദേഹത്തിന് അവകാശമില്ല. കാരണം നമ്മൾ വിലയ്ക്ക് വാങ്ങിയതാണ്. ഇന്ന് രാവിലെ ഇതിനകത്ത് കൂടിയിരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നാം യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട് അവിടുത്തെ അവകാശമായി മാറിയെങ്കിൽ നമ്മുടെ മേൽ നമുക്കൊരവകാശവുമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ഓരോ അവയവങ്ങളുടെ മേലും ദൈവത്തിനാണ് അവകാശം. അത് എടുക്കണമെങ്കിൽ ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ട് വേണം നാം അതെടുക്കേണ്ടത്. അവിടുന്ന് സമ്മതിക്കുന്നെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാവൂ. കണ്ണ്, ചെവി, നമ്മുടെ നാവ്, കൈകള്, കാലുകള്, ഇതെല്ലാം ദൈവം വിലയ്ക്ക് വാങ്ങി ദൈവത്തിന്റെ അവകാശത്തിൽപ്പെട്ടതായതുകൊണ്ട് ഇതിന്റെ മേൽ നമുക്കുള്ള അധികാരം ദൈവത്തിനാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്, നാം വിലയ്ക്ക് വാങ്ങപ്പെട്ട് ദൈവത്തിന്റെ അവകാശമാകയാൽ മൂന്നാമത് നമ്മുടെ ജീവിതത്തിൽ കരുതിക്കൊള്ളേണ്ടത്, ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. 2 പത്രോസ് 1:4. വാത്സല്യ സഹോദരങ്ങളെ, നാം ദൈവത്തിന്റെ അവകാശത്തിന്റെ മഹിമാധനമാണെന്ന് നമ്മൾ അറിഞ്ഞാൽ ആ അവകാശം അവകാശപ്പെട്ടവന്റെ സ്വഭാവത്തിനോട് നമ്മൾ അനുരൂപരായിക്കൊണ്ടിരിക്കും. നാം ദിവസം തോറും ആ ദിവ്യ സ്വഭാവത്തിന് അനുരൂപരായി തീർന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ആ കാര്യമാണ് ഈ രണ്ടാമത്തെ ആ അറിവിൽ ഉള്ളത്. ഇനി നമുക്ക് ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിനാൽ ഉണ്ടാകേണ്ട മൂന്നാമത്തെ അറിവെന്താണ്? അതിന്റെ 19-ാം വാക്യത്തിലാണ്. അവിടെ എന്താ പറയുന്നത്? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയണം. നോക്കൂ, ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകേണ്ട മൂന്നാമത്തെ അറിവ്, ഇതെല്ലാം അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ്. അറിവെന്താണ്? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നറിയണം. ഈ ലേഖനത്തിൽ തന്നെ ഈ വാക്ക് 3 പ്രാവശ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് വാക്ക്? വ്യാപരിക്കുന്ന ശക്തി എന്നുള്ള വാക്ക് ഈ ലേഖനത്തിൽ 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന, നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഈ ശക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ശക്തിയുടെ 3 പര്യായ പദങ്ങൾ പൗലോസ് ഈ ഭാഗത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ആ പ്രയോഗത്തിൽ ഈ ശക്തിയുടെ 3 പര്യായങ്ങൾ. ഒന്ന്, വ്യാപരിക്കുന്ന എന്ന പദം അദ്ദേഹം കൊണ്ടുവരുന്നു. എന്താണ് ഈ വ്യാപരിക്കുന്ന എന്ന് പറഞ്ഞാൽ? വ്യാപരിക്കുന്ന എന്ന് പറഞ്ഞാൽ തളർച്ച കൂടാതെ നിരന്തരം പ്രവർത്തിക്കുന്ന ഊർജം, എനർജറ്റിക് പവർ. തളർച്ച കൂടാതെ നിരന്തരം പ്രവർത്തിക്കുന്ന ഊർജമാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. വ്യാപരിക്കുന്ന എന്ന പദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൗലോസിന്റെ ലേഖനങ്ങളിൽ പലയിടത്തും ഈ പ്രയോഗം കാണാം, വ്യാപരിക്കുക എന്ന പ്രയോഗം. 1-ാം അധ്യായം 20-ാം വാക്യം, ഈ ലേഖനത്തിൽ 1-ാം അധ്യായം 20-ാം വാക്യം, 2-ാം അധ്യായം 2-ാം വാക്യം, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 12-ാം വാക്യം, 4:12. ഈ 3 വ്യാപരിക്കുക എന്ന് പറയും. അപ്പോൾ വ്യാപരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനിയും ഈ ശക്തിക്ക് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന 2-ാമത്തെ പദം വല്ലഭത്വം എന്ന പദമാണ്. വല്ലഭത്വം ആ വാക്യത്തിൽ തന്നെയുണ്ട്. 19-ാം വാക്യത്തിൽ വല്ലഭത്വം. ഈ വല്ലഭത്വം എന്ന പദം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, പ്രതിരോധ ശക്തി, അപ്രമേയ ശക്തി എന്നൊക്കെ അതിനർത്ഥം വരും.
അപ്പോൾ പ്രതിരോധ ശക്തിയാണ് ദൈവത്തിന്റെ ശക്തി. നമുക്കെതിരെ വരുന്ന പോരാട്ടങ്ങളെ പ്രതിരോധിച്ച് അതിൻ്റെ മേൽ ജയം വരിക്കാൻ സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ ശക്തി. ഇനി ശക്തിക്ക് കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ പദം ബലം എന്നുള്ളതാണ്. ബലം, ഒന്ന് വ്യാപരിക്കുന്ന, രണ്ട് വല്ലഭത്വം. അതിന്റെ രണ്ടിന്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചു. മൂന്നാമത്തേത് ബലമാണ്. ഈ ബലം എന്നുള്ളത് ദൈവീകമായ സവിശേഷതയാണ്. ബലം എന്നുള്ളത് ദൈവീകമായ സവിശേഷതയാണ് ഈ ബലം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ ബലഹീനതയിൽ ബലം പകരുന്ന ആത്മവ്യാപാരമാണ് ദൈവം തന്റെ ജനത്തിനു വേണ്ടി നിയമിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ഊർജ കേന്ദ്രത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തിക്ക് ഒരു മന്ദതയോ കുറവോ വന്നിട്ടില്ല. വിശുദ്ധന്മാർ വിജയകരമായ ജീവിതം നയിക്കുന്നത് ഈ ശക്തിയാലാണ്. ഒരു രാഷ്ട്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സൈന്യവ്യൂഹത്താലാണ്. ഒരു എഞ്ചിന്റെ ശക്തി അളക്കുന്നത് കുതിരശക്തിയാലാണ്. നമുക്കതറിയാം. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ ശക്തിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ആ ശക്തി നമ്മൾ അനുഭവിച്ചറിയണം. കാരണം ക്രിസ്തീയ ജീവിതം പോരാട്ടത്തിന്റെ ജീവിതമാണ്. ഈ പോരാട്ടമുള്ള ജീവിതത്തിൽ നാം ജയാളികളായി മാറാൻ നാം ശക്തി സംഭരിച്ചെങ്കിലേ കഴിയുകയുള്ളൂ. ശക്തിഹീനനായ ഒരു വിശ്വാസിക്ക് പോരാട്ടത്തിൽ ജയിക്കാൻ കഴിയുകയില്ല. അവൻ പരാജയപ്പെടുമെന്നുള്ളത് മനസ്സിലാക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ ഏതിനോടൊക്കെയാണ് നമ്മൾ പോരാടേണ്ടത്? ഒന്ന്, യൂദായുടെ ലേഖനം 3-ാം വാക്യം. അവിടെ എന്താ? അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി പോരാട്ടം കഴിക്കണം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിനു വേണ്ടി പോരാട്ടം കഴിക്കണമെന്ന് അവിടെ പറയുന്നു. ഇന്ന് വിശ്വാസം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ശത്രു നമ്മുടെ വിശ്വാസത്തെ തളർത്താനും നീക്കിക്കളയാനും ശ്രമിക്കുമ്പോൾ ആ വിശ്വാസത്തിനു വേണ്ടി പോരാടി ജയിക്കണമെന്ന് വരികിൽ ഈ ശക്തി നമുക്ക് വേണം. രണ്ടാമത്തെ പോരാട്ടം ലോകത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ലോകത്തിനെതിരെ അഥവാ ലോകത്തോടുള്ള. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നാണ്. അപ്പോൾ വിശ്വാസി ലോകത്തിലായിരിക്കണം. കേട്ടോളുക, ക്രിസ്തു വിശ്വാസികൾ ലോകത്തിലായിരിക്കണം. ലോകം വിശ്വാസിയിൽ വരാൻ പാടില്ല. അത് സാധിക്കണമെങ്കിൽ ലോകത്തെ ജയിക്കണമെങ്കിൽ ഈ ശക്തി ആവശ്യമാണ്. മൂന്നാമത്തെ പോരാട്ടം ജഡത്തോടുള്ള പോരാട്ടമാണ്, അഥവാ ജഡ സ്വഭാവത്തോടുള്ള പോരാട്ടമാണ്. ഗലാത്യ ലേഖനം 5-ന്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാ ഈ ജഡത്തെ മരിപ്പിക്കുന്നെന്നൊക്കെ നമ്മൾ വായിക്കുന്നു. ഈ ജഡം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരുപാട് ജീവിതത്തോട് പോരാടുന്ന ഒരു ഘടകമാണ് ഈ ജഡം എന്ന് പറയുന്നത്, ജഡസ്വഭാവം. ആ ജഡസ്വഭാവത്തെ ജയിക്കണമെങ്കിൽ ഈ ശക്തി നമുക്ക് വേണം, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ പോരാട്ടം. ഇനി അടുത്ത പോരാട്ടം എന്ന് പറയുന്നത് സാത്താനോടും അവന്റെ സൈന്യങ്ങളോടും പോരാടണം. എഫേസ്യർ 6-ന്റെ 11-12 വാക്യങ്ങൾ. സാത്താനോട് പോരാടണം. അവൻ എപ്പോഴും നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കും. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്ക്, നാം വാസ്തവത്തിൽ വലിയൊരു പോർക്കളത്തിലാണ്. ആ തിരിച്ചറിവിന്ന് അനേക വിശ്വാസികൾക്കുമില്ല. എവിടെ നോക്കിയാലും നമ്മളോട് പോരാട്ടം. ലോകം നമ്മളോട്, ലോകക്കാര് നമ്മളോടൊക്കെ പോരാടുകയാണ്.
പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളവും നിങ്ങൾ എതിർത്ത് നിന്നിട്ടില്ല എന്നവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് എബ്രായ ലേഖനം 12. അപ്പോൾ നമുക്ക് ഏതെല്ലാം വശങ്ങളിലൂടെയാ ഈ പോരാട്ടമുള്ളത്? ഈ പോരാട്ടം, നല്ല പോരാട്ടം പോരാടി ഓട്ടം തികയ്ക്കുക എന്ന് നമ്മൾ പാടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമാക്കണമെങ്കിൽ സഹോദരങ്ങളെ, ഈ ശക്തി അറിയണം, നമ്മൾ അനുഭവിച്ചറിയണം. ഇനിയും അടുത്തത്, ഈ ശക്തിയുടെ 3 വെളിപ്പാടുകൾ പൗലോസ് വിവരിക്കുന്നുണ്ട്. അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ്. ഈ ശക്തിയുടെ 3 വെളിപ്പാടുകൾ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ്. ഒന്ന്, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. 20ഉം 21ഉം വാക്യങ്ങൾ. ക്രിസ്തുവിനെ ഈ ശക്തി മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു. രണ്ടാമത്, സകലത്തെയും ക്രിസ്തുവിന്റെ കാൽ കീഴാക്കി. 22 വാക്യം. ഈ ശക്തി സകലത്തെയും ക്രിസ്തുവിന്റെ കാൽ കീഴാക്കി. മൂന്നാമത്, ഈ ശക്തി ക്രിസ്തുവിനെ സഭയുടെ തലയാക്കി. നോക്ക്, ഈ ശക്തി പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവെന്ന ശക്തി ക്രിസ്തുവിൽ ചെയ്ത 3 കാര്യങ്ങൾ. 1, ക്രിസ്തുവിനെ ഉയർപ്പിച്ചു. 2, സകലത്തെയും ക്രിസ്തുവിന്റെ കാൽ കീഴാക്കി. 3, ക്രിസ്തുവിനെ സഭയുടെ തലയാക്കി. അങ്ങനെ ഈ 3 ശക്തിയുടെ പ്രകടനങ്ങൾ നാം അവിടെ കാണുന്നുണ്ട്. ഇതോടുകൂടെ ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ചെറിയ വിവരണം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ 2 കാര്യങ്ങളാണ് അപേക്ഷയിൽ ഓർത്തത്. ഒന്ന് ഓടിച്ചു പറയാം. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരണം. രണ്ടാമത്, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയും വചനത്തിൻ്റെയും സഹായം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിനാൽ 3 കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിയണം. ഒന്ന്, നമ്മുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയണം. 2, നമ്മിലുള്ള വിശുദ്ധന്മാരിലുള്ള ക്രിസ്തുവിന്റെ മഹിമാധനം ഇന്നതെന്നറിയണം. മൂന്നാമത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയണം. ഈ പഠനം നമ്മുടെ വരും ദിവസങ്ങളിലെ ആത്മീയ ജീവിതത്തിന് പ്രയോജനീഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പ്രാർത്ഥന അത് തന്നെയാണ്. അതും എഫേസ്യ ലേഖനത്തിൽ തന്നെയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന എഴുതിയിരിക്കുന്നത് 3-ാം അധ്യായത്തിലാണ്. 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ് രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ പ്രാർത്ഥന ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വിശ്വാസികൾക്ക് ലഭിക്കേണ്ടതിനു വേണ്ടിയായിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അവരുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം എന്നുള്ളതാണ്. ഇത് നോക്കിയേ, രണ്ടും ചേർന്ന് പോകുന്നത് കണ്ടില്ലേ? ഒന്നാമത്തേത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവർക്കുണ്ടാകണം. രണ്ടാമത്, അവരുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. മറ്റൊരു വിധത്തിൽ ഞാൻ അതിങ്ങനെയും കൂടെ ഒന്ന് പറയട്ടെ, ശ്രദ്ധിച്ചോളുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വിശ്വാസികൾ ശക്തി അറിയാൻ പൗലോസ് ആദ്യം പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ പ്രാർത്ഥനയിൽ ആ ശക്തി അവരെ ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ വിശ്വാസികൾ ആ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ പ്രാർത്ഥനയിലെ ആ ശക്തി വിശ്വാസികൾ ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി 14 മുതൽ 19 വരെ, അതായത് ഈ രണ്ടാമത്തെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്ന വചനമാണ്. 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുണ്ടല്ലോ, മൂലഭാഷയായ ഗ്രീക്കിലെ ഒറ്റ വാക്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ പ്രാർത്ഥനയിലും അങ്ങനെ തന്നെ, അതായത് 15 മുതൽ 19 വരെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞല്ലോ. അതും ഒറ്റ വാക്യമാണ് ഗ്രീക്കിൽ.
പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഈ വാക്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇനി ഈ പ്രാർത്ഥനയുടെ രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മനഃപൂർവ്വം അങ്ങ് വിട്ട് കളഞ്ഞിട്ട് ഈ പ്രാർത്ഥനയിലെ അപേക്ഷകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ പ്രാർത്ഥനയിൽ നമുക്ക് അപേക്ഷകൾ 6 അപേക്ഷകളാണ് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ പ്രാർത്ഥനയിൽ 2 അപേക്ഷകളായിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവർക്കുണ്ടാകണം, 2 ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എന്നാൽ ഈ പ്രാർത്ഥനയിലെ പൗലോസിന്റെ 6 അപേക്ഷകൾ നമുക്ക് കാണാൻ കഴിയും. 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ 6 അപേക്ഷകളെന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയിൽ ഉപദേശ സംബന്ധിയായ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണ്? തൃത്വത്തെ പൗലോസ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. തൃത്വത്തിലെ 3 ആളത്വങ്ങളെയും, ഇന്ന് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. പണ്ടൊക്കെ ഒരു കൂട്ടരേ ഉള്ളായിരുന്നു. ഇപ്പൊ പലര് ഇതിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. ട്രിനിറ്റി എന്ന് കേൾക്കുന്നത് തന്നെ, നമ്മുടെ ത്രിയേകത്വം പഠിപ്പിക്കുന്ന നമ്മുടെ ഇടയിൽ തന്നെ ട്രിനിറ്റി എന്ന് കേൾക്കുന്നത് പലർക്കും വലിയ വിഷമമാണ്. എന്നാൽ വേദപുസ്തകത്തിന്റെ കാതലായ ഉപദേശമാണ് ത്രിയേക ദൈവം, ഏകത്വത്തിൽ അടങ്ങിയിരിക്കുന്ന 3 ആളത്വങ്ങൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 3 ദൈവങ്ങളല്ല, ഏക ദൈവത്തിലുള്ള 3 ആളത്വങ്ങൾ. അത് തൃത്വമല്ലല്ലോ നമ്മുടെ വിഷയം. അത് പൗലോസ് ആ തൃത്വം, ത്രിയേക ദൈവത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതെവിടെയാണെന്ന് നോക്കിക്കേ. 14-ാം വാക്യത്തിൽ സകലത്തിന്റെയും പിതൃത്വം വഹിക്കുന്ന പിതാവിനെ കുറിച്ച് പറയുന്നു. 14-ാം വാക്യം. 2, ഹൃദയത്തിൽ വാസം ചെയ്യുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. 17-ാം വാക്യം. 3, അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന ആത്മാവിനെ കുറിച്ച് പറയുന്നു. 16-ാം വാക്യം. ഇങ്ങനെ തൃത്വത്തിലെ 3 ആളത്വങ്ങളെയും നാം ഈ പ്രാർത്ഥനയിൽ ദർശിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പ്രാർത്ഥനയിലെ അപേക്ഷകളിലേക്ക് ഒന്ന് തിരിയാം. 1, ആത്മീയ ബലത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. 16-ാം വാക്യം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആത്മീയ ജീവിതത്തിൽ ബലം വേണം. ശക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിങ്ങോട്ട് വന്നതേ ഉള്ളൂ. വീണ്ടും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇവിടെ കുറെ കൂടെ വിശദമായി പറയുമ്പോൾ ഈ ആത്മീയ ജീവിതത്തിലെ ബലം എവിടെയാ വേണ്ടത്? അകത്തെ മനുഷ്യനാണ് വേണ്ടത്. നമ്മള് പൗലോസിന്റെ ലേഖനത്തിന്റെ ഒരു വലിയ പ്രയോഗം എന്ന് പറയുന്നത് അകത്തെ മനുഷ്യനെന്നും പുറത്തെ മനുഷ്യനും എന്നും പറയുന്നുണ്ട്. അകത്തെ മനുഷ്യൻ, പുറത്തെ മനുഷ്യൻ. നിങ്ങൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അകമേയുള്ളവൻ, പുറമേയുള്ളവൻ. അതായത് അകത്തെ മനുഷ്യൻ, പുറത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുക. ഇതുകൂടാതെ മറ്റൊരു പ്രയോഗം അദ്ദേഹം നടത്തുന്നത് പുറമേ പഴയ മനുഷ്യനെന്നും പുതിയ മനുഷ്യനെന്നുമുള്ള പ്രയോഗമുണ്ട്. പഴയ മനുഷ്യൻ എന്നുള്ള പ്രയോഗം എഫേസ്യർ 4-22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഈ 2 പ്രയോഗമുണ്ട്. ഏത് പ്രയോഗം? പഴയ മനുഷ്യനെന്നും പുതിയ മനുഷ്യനെന്നുമുള്ള പേരുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? കേട്ടോളുക. പുറത്തെ അല്ലെങ്കിൽ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 1-ാം ആദാമിന്റെ സ്വഭാവത്തോട് കൂടിയത്. അതാണ് പഴയ മനുഷ്യൻ, പുറത്തെ മനുഷ്യൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇനി അകത്തെ മനുഷ്യൻ അല്ലെങ്കിൽ പുതിയ മനുഷ്യൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒടുക്കത്തെ ആദാം, അതായത് ക്രിസ്തുവിന്റെ, ഒടുക്കത്തെ ആദാമിന്റെ, അതായത് ക്രിസ്തുവിന്റെ സ്വഭാവത്തോടു കൂടിയത് എന്നാണ്. നോക്ക്, അകത്തെ മനുഷ്യൻ അല്ലെങ്കിൽ പുതിയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിന്റെ സ്വഭാവത്തോടു കൂടിയത് എന്നാണെങ്കിൽ,
പഴയ മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നാം ആദാമിന്റെ സ്വഭാവത്തോടു കൂടിയത്. അപ്പം നമുക്ക് രണ്ട് മനുഷ്യന്മാരുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം വരുമോ? ഇല്ല. അവിടെ രണ്ട് മനുഷ്യരെന്നൊക്കെ പറയുന്നത് രണ്ട് സ്വഭാവങ്ങൾക്ക്, രണ്ട് പ്രകൃതികൾക്ക് പൗലോസ് വ്യക്തിത്വം നൽകിക്കൊണ്ട് പറയാ. അല്ലാതെ രണ്ടു മനുഷ്യർ ഇപ്പോൾ എന്നെ സ്വാഗതം ചെയ്ത ആളിന് വേണേ ഇങ്ങനെ പറയാ, ഇപ്പൊ ചാണ്ടപ്പിള്ളമാര് ക്ലാസ് എടുക്കുമെന്ന് പറയാം. അങ്ങനെയല്ലല്ലോ. ഒരാളേ ഉള്ളൂ. ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രകൃതികൾക്ക് വ്യക്തിത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുക. ആ പ്രകൃതി എന്ന് പറയുന്ന ആദാമീയ സ്വഭാവവും ക്രിസ്തുവിന്റെ സ്വഭാവവും, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ജഡസ്വഭാവവും ആത്മസ്വഭാവവും. ഇതിനാണ് ഈ രണ്ട് വ്യക്തിത്വം കൊടുത്ത് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ അകത്തെ മനുഷ്യനെ മറ്റു പേരുകളും പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഗൂഢമനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 3:4 ഗൂഢമനുഷ്യൻ എന്ന് അവിടെ പറയുന്നതായി കാണാൻ കഴിയും. ഈ അകത്തെ മനുഷ്യൻ എന്ന പ്രയോഗത്തിന് ഗ്രേക്കർ 3 കാര്യങ്ങളാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഗ്രീക്കുകാര് അകത്തെ മനുഷ്യന്, അതായത് മനുഷ്യന്റെ വിവേകം, അവന്റെ ബോധമണ്ഡലം, അവന്റെ മനസ്സ് എന്നിവയ്ക്കാണ് അവരകത്തെ മനുഷ്യൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേദപുസ്തകം ഞാൻ പറഞ്ഞല്ലോ, അകത്തെ മനുഷ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊരർത്ഥത്തില ആത്മസ്വഭാവത്തെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെ ഒക്കെയാണ്. എന്നാൽ ഇവര് കൊടുത്തിരിക്കുന്നത് മനുഷ്യന്റെ വിവേകം, അവന്റെ ബോധമണ്ഡലം, മനസ്സ്. ഇതാണ് അവരകത്തെ മനുഷ്യന് കൊടുത്തിരിക്കുന്ന നിർവചനങ്ങൾ. ഞാൻ ഇതും കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. പുറമേയുള്ള മനുഷ്യൻ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്നതാണെങ്കിൽ അകത്തെ മനുഷ്യൻ, പുതിയ മനുഷ്യൻ, അവിടെ സത്യത്തിന്റെ ഫലമായ നീതിയും വിശുദ്ധിയും ദൈവാനുരൂപവുമാകുന്നു. എഫേസ്യർ 4:22 മുതൽ 24 വരെ. ഇനിയും കൂടാതെ പുറമേയുള്ളവൻ പാപത്തിൽ രസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, കേൾക്കുക, അകമേയുള്ളവൻ വിശുദ്ധിയിൽ രസിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. റോമർ 7:17 മുതൽ 21 വരെ. പുറമേയുള്ള മനുഷ്യൻ പാപത്തിൽ രസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അകമേയുള്ള മനുഷ്യൻ വിശുദ്ധിയിൽ രസിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമർ 7:17 മുതൽ 21 വരെ. അടുത്തത്, പുറമേയുള്ളവൻ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കാതിരിക്കുമ്പോൾ അകമേയുള്ളവൻ ന്യായപ്രമാണത്തിൽ രസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. നോക്ക്, അകമേയുള്ള മനുഷ്യൻ ന്യായപ്രമാണത്തിൽ അഥവാ ദൈവവചനത്തിൽ രസിച്ച് സന്തോഷിക്കുമ്പോൾ പുറമേയുള്ളവൻ, പഴയ മനുഷ്യൻ, അവൻ അതിൽ സന്തോഷമില്ല, അവൻ അതിൽ താല്പര്യമില്ല. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇന്ന് രാവിലെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ രണ്ട് സ്വഭാവങ്ങൾ തമ്മിൽ എന്നും പോരാട്ടമാണ്. ഗലാത്യലേഖനം 5:17 പറയുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് രാവിലെയും ആ പോരാട്ടം നമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പകല് മുഴുവൻ ആ പോരാട്ടം നടന്നുകൊണ്ടിരിക്കും, ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിൽ. അതിൽ ജഡാഭിലാഷം പരാജയപ്പെട്ട് ആത്മാഭിലാഷം വിജയിക്കണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടത് ആവശ്യമാണ്. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.